തത്വശാസ്ത്രത്തിലുള്ള താല്പര്യം കൊണ്ടാണ്, മനഃശാസ്ത്രത്തിലുള്ള താല്പര്യം കൊണ്ടാണ് സാറ് കുറച്ചു കാലം ഹിമാലയ സാനുക്കളിൽ ഋഷിമാരോടൊപ്പം കഴിച്ചു കൂട്ടിയത്? ഞാൻ ഋഷിമാരോടൊപ്പം കഴിച്ചു കൂട്ടിയെന്ന് പറയുന്നത് വാസ്തവം ആയിരിക്കില്ല. എനിക്ക് ഈ വനപ്രദേശങ്ങളിലും പ്രത്യേകിച്ച് പർവ്വതങ്ങളിലൊക്കെ പോകാനും നടക്കാനും വളരെ താല്പര്യമുണ്ട്. പിന്നെ ഹിമാലയത്തിൽ ധാരാളം സിദ്ധന്മാരും ഇതുപോലെ സന്യാസിമാരും ഒക്കെ ഉള്ളതുകൊണ്ട് അവരുമായിട്ട് സംസാരിക്കാനും താല്പര്യമുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഏതാണ്ട് 2 വർഷത്തോളം ഹിമാലയത്തിൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതായിരിക്കും ശരി. അല്ല, അവിടെ മുഖ്യമായ പഠന വിഷയം എന്തായിരുന്നു ഈ സഞ്ചാരവേളയിൽ? ഇതുപോലെ എന്തെങ്കിലും സിദ്ധികളൊക്കെ ഉള്ള ആളുകളുമായിട്ട് അവരെ കാണുക, സംസാരിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ഹിമാലയ സാനുക്കളിൽ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാർ ഏതെങ്കിലും പ്രബന്ധങ്ങൾ രചിക്കേണ്ടതായിട്ടുണ്ട്? ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും ഇതുവരെ എഴുതിയിട്ടില്ല, പക്ഷേ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മുഖ്യമായ പ്രതിപാദ്യ വിഷയം എന്താണ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ? ഇൻ്റഗ്രേറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഇപ്പോൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് മൊത്തത്തിലുള്ള ഇപ്പോൾ എൻ്റെ പഠനങ്ങളുടെ ഒരു ആകത്തുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ല, ഇൻ്റഗ്രേറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യൻ അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? അത് ഹോളിസ്റ്റിക് അപ്രോച്ച് അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള സമീപനം കൊണ്ട് കിട്ടിയിട്ടുള്ള മനഃശാസ്ത്രപരമായ അറിവുകളുടെ ഒരു സമാഹാരമാണ് ഇൻ്റഗ്രേറ്റീവ് സൈക്കോളജി എന്ന് പറയും. ഇപ്പോൾ ഹിമാലയ സാനുക്കളിൽ അങ്ങ് നടത്തിയ പര്യടന വേളയിൽ അല്ലെങ്കിൽ ആ പഠനത്തിൻ്റെ ഫലമായി ഒരു ആധ്യാത്മിക ചൈതന്യം ഈ ഋഷിമാരിലും മഹർഷിമാരിലും നിലനിൽക്കുന്നുണ്ട് എന്ന് അങ്ങക്ക് ബോധ്യമായിട്ടുണ്ടോ? ഈ ആധ്യാത്മിക ചൈതന്യം എല്ലാത്തിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു പ്രത്യേക ജീവിതചര്യ പുലർത്തുന്നവരിൽ അത് കൂടുതൽ കാണും. അതുകൊണ്ട് ഹിമാലയത്തിലായതുകൊണ്ട് മാത്രം അവിടെയുള്ള എല്ലാവരും ആധ്യാത്മികമായിട്ട് ഉയർന്നവരായിരിക്കണമെന്നൊന്നുമില്ല. അല്ല, മനഃശാസ്ത്ര പഠനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചതുകൊണ്ട് വിവാഹ ജീവിതം ഇല്ലാതെ മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചതാണ്. വിവാഹം ഒരു ബോധറേഷനായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് വിവാഹം കഴിച്ചില്ലെന്നേ ഉള്ളൂ. അതിന് മറ്റ് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പക്ഷേ ആ ഒരു ജീവിതാവസ്ഥ ഈ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ വലിയ ഏകാന്തത അങ്ങേക്ക് സൃഷ്ടിക്കുന്നില്ലേ? ഇല്ല, ഒട്ടുമില്ല. നേരെ മറിച്ച് ആവശ്യമില്ലാത്ത ഒരുപാട് കെട്ടുപാടുകളും ശല്യങ്ങളും ഒക്കെ ഒഴിവായി എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഒരു മനഃശാസ്ത്രജ്ഞൻ പ്രചരിപ്പിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സമൂഹത്തിൻ്റെ മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ എങ്ങനെ സാധിക്കുമെന്നുള്ള കാര്യം. ഞാനൊരു കല്യാണ വിരോധിയോ സ്ത്രീ വിരോധിയോ അല്ല. കല്യാണം കഴിക്കണമെന്ന് തോന്നിയിരുന്നെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഞാൻ കല്യാണം കഴിക്കുമായിരുന്നു. അങ്ങനെ തോന്നിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേറൊരാൾ കല്യാണം കഴിക്കരുതെന്നോ കല്യാണം കഴിക്കുന്നത് മൗഢ്യമാണെന്നോ ഒന്നും എനിക്ക് അഭിപ്രായമില്ല. ഞാൻ എവിടെ നിന്ന് വരുന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു അഗാധമായ പഠനം നടത്തുകയും എന്തെങ്കിലും വ്യക്തമായ നിഗമനത്തിൽ അങ്ങ് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതൊന്ന് വിശദീകരിക്കാം. എന്താണ് നിഗമനങ്ങൾ? ഒന്ന്, ഒരു വ്യക്തി എന്ന് പറയുന്നത് സ്ഥിരമായ ഒന്നല്ല. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ബണ്ടിൽ ഓഫ് വൈബ്രേഷൻസാണ് ഒരു വ്യക്തി. പിന്നെ നമ്മൾക്ക് കുറേ കാലം, ഈ കഴിഞ്ഞുപോയ കുറേ കാലം നമുക്ക് ഓർമ്മിക്കാൻ കഴിയും. അതിന് കാരണം ഒരു കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ടാണ്. അതേസമയം തന്നെ വളരെ പണ്ട് നമുക്കുണ്ടായ അനുഭവങ്ങൾ തന്നെ നാം ഇപ്പോൾ ഓർമ്മിക്കുന്നില്ല. അതുകൊണ്ട് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന കോൺഷ്യസ്നെസ്സിലുള്ള ഒരു കളക്ഷൻ ഓഫ് വൈബ്രേഷൻസാണ് ഞാൻ എന്നുള്ള ഈ ആത്മാനുഭവം. ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. വളരെ തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, ചിലപ്പോൾ പെട്ടെന്നൊരു വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ, വളരെ അടുത്ത കാലത്ത് ഉണ്ടായ അനുഭവങ്ങൾ പോലും നമുക്ക് ഓർമ്മയില്ലാതെ ആവുകയും ചെയ്യും. പക്ഷേ താങ്കൾ പൂർണ്ണമായും ഈശ്വരനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഓരോന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യം അല്ലായിരിക്കും ഞാൻ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ താങ്കൾ വീണ്ടും ഈശ്വരൻ എന്ന് പറയുന്നതുകൊണ്ട് എൻ്റെ ധാരണ അനുസരിച്ച് ഒരു പ്യുവർ കോൺഷ്യസ്നെസ്, അതായത് ഒരു വൈബ്രേഷനും ഇല്ലാത്ത
ഒരു റിയാലിറ്റി, അത് മനുഷ്യൻ്റെ മനസ്സിന് സങ്കല്പിക്കാവുന്നതല്ല എങ്കിൽ പോലും താത്വികമായിട്ട് അതാണ് ഈശ്വരൻ എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമേ അല്ല. അപ്പോൾ യഥാർത്ഥത്തിലുള്ള വാസ്തവികത എന്ന് പറയുന്നത് ഈ ഒരു ഫ്രെയിം, ഒരു പ്യുവർ ഫ്രെയിമിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് നാം നിരന്തരം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്യുവർ ഫ്രെയിമാണ് ഈശ്വരൻ എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, നാം ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യൻ്റെ മാനസിക സംഘർഷമാണെന്നാണ് പറയുന്നത്. ഈ മാനസിക സംഘർഷത്തിന് അടിസ്ഥാനപരമായ കാരണം എന്താണ്? ഇപ്പോൾ മനുഷ്യർക്ക് മാനസിക സംഘർഷം തീർച്ചയായിട്ടും പണ്ടത്തേക്കാൾ കൂടുതലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. പ്രകൃതി എന്ന് പറയുമ്പോൾ ഈ ഭൗതിക പ്രകൃതി മാത്രമല്ല, മനുഷ്യർക്ക് സഹജമായിട്ടുള്ള സാമൂഹ്യ വാസ്തവികതയിൽ നിന്നും മനുഷ്യൻ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മത്സ്യത്തിനെ വെള്ളത്തിൽ നിന്ന് കരയിലിട്ടാൽ അത് സംഘർഷം കാണിക്കും എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചുറ്റുപാടിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുന്തോറും ഈ കരയിൽ വീണ മത്സ്യത്തെ പോലെ മനുഷ്യൻ ഇന്ന് പിടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മനുഷ്യൻ്റെ ഇന്നത്തെ ആന്തരിക സംഘട്ടനത്തിൻ്റെ പ്രധാന കാരണം. അതിനൊരു പരിഹാരമാർഗം നിർദ്ദേശിക്കാൻ താങ്കൾക്ക് എന്താണ് കഴിയുന്നത്? ഏറ്റവും എളുപ്പം ഉള്ള പരിഹാരമാർഗം പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ സാമൂഹികമായും ഭൗതികമായും മാനസികമായും നമ്മുടെ സഹജാന്തരീക്ഷം എന്താണെന്ന് മനസ്സിലാക്കുകയും കഴിയുന്നതും അതിലേക്ക് മടങ്ങുകയും ചെയ്യുക. രണ്ട്, നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കുക, നമ്മുടെ സംഘർഷത്തെ മനസ്സിലാക്കുക, സംഘർഷത്തിനുള്ള കാരണം മനസ്സിലാക്കുക. ഇത് കൂടുതൽ നാം നമ്മെപ്പറ്റിയും നമ്മുടെ ചുറ്റുപാടുകളെപ്പറ്റിയും നമ്മളും ചുറ്റുപാടും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും കൂടുതൽ ബോധമുണ്ടാകുന്നത് വഴി ഈ സംഘർഷത്തിനെ കുറയ്ക്കാൻ സാധിക്കും.